നമ്മുടെ സ്വന്തം വേടൻ, അതിവിപ്ലവകാരി, പേന കൊണ്ട് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന വേടൻ. നമ്മൾ വേടന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു മോനാലോവ എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നല്ല റെസ്പോൺസ് കിട്ടി. അതിൽ വന്നൊരു കമന്റ്സിൽ ഒരാൾ പറഞ്ഞതാണ്, നിങ്ങൾക്ക് വേടന്റെ എല്ലാ വീഡിയോ ഇറങ്ങിയ വീഡിയോ ഒക്കെ ഒന്ന് റിയാക്ട് ചെയ്യാൻ പറ്റുമോ. ഞാൻ ആക്ച്വലി അതിന് മുമ്പ് തന്നെ ഞാനൊന്ന് ചിന്തിച്ചതാണ്. ഈ ഒരു മോണലോവ കേട്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായ അഡിക്ഷൻ ആയിപ്പോയി ആ പാട്ടിനോട്. അപ്പം വേടന്റെ കുറച്ച് പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് നമുക്ക് എല്ലാ വീഡിയോ ഒന്ന് റിയാക്ഷൻ ചെയ്തുകൂടാ, അല്ലെങ്കിൽ ഒന്ന് കേട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞുകൂടാ എന്നുള്ളത്. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഇവിടുന്ന് ചെയ്യാൻ പോകുന്നത് വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയുന്ന നമ്മുടെ വേടന്റെ ഒരു ഒഫീഷ്യൽ വീഡിയോ ഉണ്ട്. പല ആളും കേട്ടിട്ടുണ്ടാവും. 5 വർഷം മുമ്പേ ഇറങ്ങിയതാണ്. സോ വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് വോയിസ് ഓഫ് വോയിസ്ലെസ്. മേ ബി ഇടക്കിടക്ക് നമ്മൾ വേടൻ ഇങ്ങനെ വീഡിയോസ് ഇടും, എന്തായാലും പ്രതീക്ഷിക്കാം. സോ നമുക്ക് ഏതായാലും വോയിസ് ഓഫ് വോയിസ്ലെസ് നമ്മൾ വേടന്റെ പാട്ടൊന്ന് കേട്ട് വന്ന് സംസാരിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ഗൈസ്. വോയിസ് ഓഫ് വോയിസ്ലെസ് ഫ്രം വേടൻ, നോട്ട് ഓൺലി വേടൻ. നീർനിലങ്ങളിന്നടിമയാരുടമയാര്, നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര്, തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര്, മുതുകുകൂനി തലകൾ താണുമിനിയും എത്ര നാള്. നീർനിലങ്ങളിന്നടിമയാരുടമയാര്, നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര്, തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര്, മുതുകുകൂനി തലകൾ താണുമിനിയും എത്ര നാള്. നീ പിറന്ന മണ്ണിൽ നിന്നെ കണ്ടാൽ വെറുപ്പ്, പണിയെടുക്കുമേനി വെയിൽ കൊണ്ടേ കറുപ്പ്, നിന്റെ ചാളയില്ലെരിയുന്നില്ല അടുപ്പ്, കുഞ്ചു കുഞ്ഞ വള്ളരാവയറിൽ കിടപ്പ്. രാത്രി പകലാക്കി പണിയെടുത്ത് പൊടിഞ്ഞ് ചോര നീരാക്കി നീർ മുഴുവൻ വറ്റി വാർന്നു, നാട് നഗരമാക്കി കൂടാരമാക്കി, മണ്ണ് പൊന്നാക്കി പൊന്നു നിന കന്യമാക്കി. കേട്ടവൻ പിടഞ്ഞു വീണു ചോര തുപ്പി, നീതി കേട്ടവൻ ഇരുട്ടറയിൽ തല തപ്പി, പൊന്നും നീതിയും വിളച്ചെടുത്ത ഭൂമിയും വിളിച്ചു കേണ സ്വാമിയും വെളിച്ചമുള്ള ഭാവിയും. നീതിയില്ല എങ്കിലും നീ വാടിയില്ല, അഗ്നിയിൽ കുരുത്തു കണ്ണിരാടിയിൽ കുളിച്ചു തുണ്ടു മണ്ണിനായി കൊതിച്ചു മണ്ണ് നിന്നെ ചതിച്ച് പിന്നിൽ ആരോപിച്ച് നീതി പണ്ടേ മരിച്ച്. ജാതി മത വേർപാട് യുഗങ്ങളായി തുടങ്ങി, അടങ്ങി നിൽക്കുവാൻ അയ്യോ ഞാൻ പെട്ടപാട്, എന്റെ മുതുകിൽ നിന്റെ വഞ്ചനയാലേറ്റപാട്. പുലയനല്ല നീ തമ്പുരാനുമല്ല, ആണേലൊരു മറ്റുമില്ല, ഇനിയും കാലമില്ല കാത്തിരിക്കാനാകുകില്ല, പോകുവാൻ ക്ഷമയൊരുതരി ബാക്കിയില്ല. എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത്, നീ തരാൻ മടിച്ചു ഏറെ കൊതിച്ച്, അതിനെ എത്ര പേർ മരിച്ച് കണ്ട് കണ്ട് നീ ചിരിച്ച്. Oh man, what a brilliant lyrics, man. Well done. അല്ല 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 അല്ലലില്ല നാളതില്ല, ഇല്ല ഇല്ല വേടനില്ല കഥ പറയുകില്ല. പാടുകെട്ടവൻ മരിക്കും, കൂറുകെട്ടവൻ ഭരിച്ചാലൂറുകെട്ടവൻ മുടിക്കും, പേര് കേട്ട പാമരന്മാർ പോരടിക്കുവാൻ വിളിക്കും, പേറ്റ് നോവെടുത്ത പള്ളയിൽ കനൽ നിറയ്ക്കും. കൊടികളെത്ര പാറി കോട്ട കൊത്തളങ്ങളിൽ, അടിയാൻ കണ്ടതില്ല ഭാവി തന്റെ മക്കളിൽ, മാണ്ടുപോയി നീ കറുത്ത പോർക്കളങ്ങളിൽ, അടിമക്കേതിടം ചരിത്ര പുസ്തകങ്ങളിൽ. ലിറിക്സ്, വരികൾ വാളിനേക്കാളും മൂർച്ചയുള്ള വരികൾ. തലവനില്ലാതെ നാട് ചുറ്റിടാൻ നിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിലാണ് നാട് പാതി, വാക്കെടുത്തവദ്രോഹി തീവ്രവാദി കപടദേശവാദി നാട്ടിൽ മതജാതി വ്യാധി. തലവനില്ലാതെ നാട് ചുറ്റിടാൻ നിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിലാണ് നാട് പാതി, വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി. എഴുതിയ വരിയിലധിക പകുതി ഞാൻ ഏറ്റ സതി, കനലൊരു തരിമതി ഒരു തരിമതി തരിമതി. കനലൊരു തരി മതി. എന്റെ മോനെ, കനലൊരു തരി മതി, കനലൊരു തരി മതി. വാളിനേക്കാൾ മൂർച്ചയുള്ള വരികൾ, വാളിനേക്കാൾ മൂർച്ചയുള്ള കവിതകൾ, അത് തന്നെയാണ് വേടന്റെ ശക്തി എന്ന് പറയുന്നത്. എവിടുന്ന് ഈ ലിറിക്സ് കിട്ടുന്നറിയില്ല. ജീവിതത്തിൽ നിന്ന് തന്നെയാണ്, അദ്ദേഹം അനുഭവിച്ച വേദനകളിൽ നിന്ന് തന്നെയാണ് ജീവിതം വരികളിലാക്കി എഴുതുന്നതാണ് മൂപ്പര്. എൻ്റെ മോനെ, ഇത്രയേറെ മൂർച്ചയേറിയ വരികള് നമ്മൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ, മലയാളത്തിൽ തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വേടനിൽ നിന്ന് മാത്രമായിരിക്കും ഞാൻ പറയുന്നു. പണ്ട് ഈ വള്ളത്തോളും കുമാരനാശാനും അല്ലെങ്കിൽ അങ്ങനെ കുറെ കവിമാര് ഇഷ്ടം പോലെ കവികൾ അവരെ എഴുത്തുകളിലൂടെ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഇതിനൊക്കെ എതിരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതും ഇതേപോലെ ഒരു മൂർച്ചയുള്ള ആയുധമായിട്ട് തന്നെയാണ് അവർ യൂസ് ചെയ്തത്. പല കവിമാരും ലെജൻഡറി കവികൾ.
ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ റാപ്പ് സോങ്ങിലൂടെ വീണ്ടും ആ കലയിലൂടെ പാട്ടിലൂടെ വരികളിലൂടെ കേൾക്കാൻ പറ്റുന്നത് വേടന്റെ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. അതും അത്ര ഇമ്പാക്റ്റ് ആണ് ഈ കേൾക്കുന്ന സമയത്ത്. നമ്മൾക്ക് തന്നെ നമ്മളിങ്ങനെ ഗൂസ് ബംസ് അടിച്ചു പോകും. അത് കേൾക്കണം, വരികൾ മനസ്സിലാക്കണം. ഫസ്റ്റ് ഇതിലൊക്കെ ഓരോ എഴുത്തൊക്കെ ഉണ്ട്. എൻ്റെ മോനെ, മത തീവ്രവാദി, വാളെടുക്കുന്നവന്റെ കയ്യിലാണ് അങ്ങനെ നാട്, അങ്ങനെ എന്തൊക്കെയോ കുറെ ലൈൻസ് ഉണ്ട്. ഞാൻ ആ ലൈൻസിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും മലയാളം അറിയുന്നവർക്കും മനസ്സിലാക്കുന്നവർക്കും അത് കേട്ട് കഴിഞ്ഞാൽ എന്താണ് വേടൻ ഉദ്ദേശിച്ചത്, എന്താണ് വേടൻ എഴുതി വെച്ചത് എന്നുള്ളത് പക്ക 100% നമുക്ക് മനസ്സിലാക്കും. വേടൻ എന്റെ മോനെ എന്താ പറയാ, ഈസ് എ പോരാളി, ഈസ് എ വീരൻ. വേടൻ വീരൻ എന്നൊക്കെ പറയുന്നില്ല, അതേപോലെ തന്നെയാണ് മൂപ്പര് ഇനി എഴുതിക്കൊണ്ടേയിരിക്കും. എനിക്ക് പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലലില്ല എന്താണ് ഇല്ലാ കഥ വേടൻ പറയുകയില്ല എന്ന് പറയുന്ന പോലെ ഇല്ലാ കഥയല്ല. ഇതൊക്കെ നമ്മൾ ചുറ്റും ഉള്ള കാര്യങ്ങൾ തന്നെയാണ് മൂപ്പര് പറയുന്നത്. നമ്മൾ കണ്ടതും കേട്ടതുമായ പല കാര്യങ്ങൾ തന്നെയാണ് വേടൻ പറയുന്നത്. വേടൻ അനുഭവിച്ച കാര്യങ്ങളും അതിലുണ്ട്, വേടന്റെ ജീവിതവും ഇതിലുണ്ട്. സോ എന്താ പറയാ, മൂപ്പർ ഒരു കനൽ തരിയെ കനലാണ്. അത് കനൽ കെടില്ല, അങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. ഫീനിക്സ് പക്ഷിയാണ്. എന്നിനിപ്പോ എത്ര ചാരമായാലും മൂപ്പർ ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്നു കൊണ്ടിരിക്കുകയാണ്. അതിൽ കുറെ ആൾക്കാർക്ക് പൊള്ളും, കുറെ ആൾക്കാർക്ക് ഈഗോ അടിക്കും. അതൊന്നും പറഞ്ഞിട്ട് കാര്യം, അതങ്ങനെ തന്നെയാണ് അല്ലേ, അതങ്ങനെയാണ്, മനുഷ്യന്റെ സ്വഭാവം തന്നെയാണ്. സോ പക്ഷേ വേടന്റെ പുറകിൽ കുറെ ആൾക്കാരുണ്ട്, വേടനെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, വേടന്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന, വരികൾ ഇഷ്ടപ്പെടുന്ന. അതിപ്പം പിഞ്ച് ഒരു 10-20-18 വയസ്സുള്ള ചെക്കൻ മുതൽ ആൾക്കാർ മുതൽ ഒരു 60 വയസ്സുള്ള ആൾക്കാരെ വരെ ഗൂസ് ബംസ് അടിപ്പിക്കുന്ന രീതിയിൽ, വിപ്ലവങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ പോലും പ്രേരിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ചോരത്തിളപ്പ് ഉണ്ടാക്കുന്ന പോലെയല്ല. പണ്ട് ബലികുടീരങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരാൾക്ക് ഒരു ചോരത്തിളപ്പ്, നമ്മളെ പണ്ടത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് എഴുതിയ പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കൊരു ചോരത്തിളപ്പ് വരാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇത് ആ വരികളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് യെസ്, എന്റെ മോനെ, രോമാഞ്ചിഫിക്കേഷൻ തന്നെയാണ് എന്റെ മോനെ. ഇത് എഴുതിയും പാടിയൊക്കെ ചെയ്ത വേടന് നന്ദി നമസ്കാരം മാത്രമേ പറയാനുള്ളൂ. ഏതായാലും വേടന്റെ വീഡിയോ ആയിട്ട് ഇനിയും വരണമെന്നാണ് ആഗ്രഹം. ഇതൊരു അഡിക്ഷനാണ്. ഒരു പാട്ട് ഒരു പ്രാവശ്യം കേൾക്കാൻ ആവില്ല, ഒരു വീണ്ടും നമ്മളെ കൊണ്ട് അത് കേൾപ്പിക്കും. അതാണ് ഇതിന്റെ ഒരു ശക്തി, പവർ ഓഫ് ഈ ഒരു ലിറിക്സിന്റെ പവർ, അല്ലെങ്കിൽ പാട്ടിന്റെ പവർ എന്നെല്ലാം പറയുന്നത്. സോ എന്തായാലും ഇനിയും കൂടുതൽ റിയാക്ഷൻ വീഡിയോ ആണെന്നുണ്ട്. ഇതിന്റെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും ഞാൻ ആ വീഡിയോ ഇടുന്നത്. എന്തായാലും നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ഒന്ന് കാണിക്കുക, സപ്പോർട്ട് ചെയ്യുക. വേടനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്യുക. സോ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. റിമെമ്പർ ദ നെയിം ഗൈസ് ഇസ് ബാൾട്ട് ആൻഡ് ബിയർഡ് റിയാക്ട്സ്.